ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞാനിതാ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണേ. ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. അതിന് വേണ്ടി ഒരു ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക് വേണ്ട കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ കുറച്ച് ഉലുവ, കറിവേപ്പില, അതുപോലെ തന്നെ വറ്റൽമുളകും. ഓക്കെ, ഇതൊക്കെ ഞാൻ നേരത്തെ നിന്ന് റെഡിയാക്കി വെച്ചാണേ. അതുപോലെ തന്നെ നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ട് കുറച്ച് തൈരും അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും വേണം. ഇത് രണ്ടും ഞാൻ അരച്ച് വെച്ചതാണ്. അപ്പോൾ ഞാനിപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സാധാ ചട്ടിയിലാണ് കേട്ടോ. മൺചട്ടിയില്ലേ, മൺചട്ടി, അതിലാണ് ഞാനിപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ അതിൽ ചുറ്റും എണ്ണ തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അത് തീ കത്തുന്ന സമയത്ത് ചട്ടി വല്ലാതെ അങ്ങ് പുകഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് ഞാനതിൽ ചട്ടീന് ചുറ്റും നല്ലോണം കൈകൊണ്ട് എണ്ണയൊക്കെ ഇങ്ങനെ തടവി നല്ല സ്മൂത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി അതെല്ലാം ഒന്ന് ചൂടായിട്ട് വരട്ടെ. വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി അതിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതെന്ന് വെച്ചാൽ വീട്ടമ്മമാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. ചട്ടി ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ തൊട്ട് നോക്കിയപ്പോൾ ചട്ടി കുറച്ച് ചൂടൊക്കെ കാണുന്നുണ്ടായി. അതുകൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് ഒരു 2-3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ എപ്പോഴും ഉള്ളൊരു വിഷമായിരിക്കും ഇന്നെന്താണ് കറി ഉണ്ടാക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണിത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ചില ആൾക്കാരൊക്കെ ഇത് ഉണ്ടാക്കുന്നുണ്ടാകും, പക്ഷേ അതിൽ അവർ തേങ്ങയൊന്നും ഉപയോഗിക്കാതെ സാധാ തൈര് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാറുണ്ട് സാധാരണ. ഇത് ഞാൻ പിന്നെ തേങ്ങ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതാക്കിയിട്ടുള്ളത്. ഏതായാലും നമുക്കൊന്ന് കുക്ക് ചെയ്ത് നോക്കാം എന്തുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ എണ്ണ ഇപ്പോൾ ചട്ടിയിലായതുകൊണ്ട് തന്നെ ചൂടാകാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും കേട്ടോ. ചൂടായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിലേക്ക് ഉലുവയൊക്കെ ഇട്ട് പൊട്ടിക്കാണ്ടി പറ്റുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ഈ കറി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇതുപോലുള്ള കറികളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും അല്ലേ. ഞാനിത് 2-3 തവണ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പം 4ാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത്. കാരണം എൻ്റെ കൂടെയുള്ളൊരു ടീച്ചറാണ് എനിക്ക് ഈ കറി ഉണ്ടാക്കുന്നത് പറഞ്ഞു തന്നത്. ഞാൻ സാധാരണ അരവൊന്നും ആക്കാതെ കറി ആക്കിയിട്ടുണ്ട്. തേങ്ങയൊന്നും ഉപയോഗിക്കാതെ പിന്നെ തൈരും ഇത് മാത്രം ഉപയോഗിച്ചിട്ട് ഞാൻ ഈ കറി ആക്കിയിട്ടുണ്ട്. പക്ഷേങ്കിൽ തേങ്ങ ഉപയോഗിച്ചിട്ട് ആക്കി നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ നല്ല ടേസ്റ്റ് തോന്നിയത്. അതുമാത്രമല്ല, കുറേ ദിവസം നമുക്ക് ഈ കറി നമുക്ക് ഉപയോഗിക്കാനും പറ്റും. 2-3 ദിവസമൊക്കെ പിന്നെ കറി ഒന്നും മോശമൊന്നുമില്ല. നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല. നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു കറി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഞാനിതുപോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഒന്നും അതിനാവില്ല. ജസ്റ്റ് അടക്കം ചൂടായി കൊടുക്കും. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് എണ്ണയൊക്കെ ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ടായി. അതുകൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവയുണ്ടല്ലോ, ഉലുവ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വന്നാലാണ് അതിൻ്റെ ആ ഉലുവേൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ടില്ലേ, ചട്ടിയിലായതുകൊണ്ട് എന്തായാലും അത് പൊട്ടി വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അപ്പോൾ സാധാ പാത്രത്തിൽ, അലുമിനിയം പാത്രത്തിലൊക്കെ ആക്കുന്നതാണെങ്കിൽ ഇത്രയും ടൈം എടുക്കില്ല. വേഗം തന്നെ അത് ചൂടായിട്ട് ഉലുവയൊക്കെ പൊട്ടിയിട്ട് വേഗം വരും. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ചട്ടിയിലാക്കുന്നതാണ്, കുറച്ച് കട്ടിയുള്ള ചട്ടിയാണ്. എനിക്ക് പൊതുവെ ഇങ്ങനെയുള്ളതിലൊക്കെ ആക്കാൻ ഭയങ്കര ഇഷ്ടം. ചട്ടിയൊക്കെ നമുക്ക് കുക്ക് ചെയ്ത് നല്ലൊരു ആക്കിയാലും നമുക്കൊരു സംതൃപ്തിയായിരിക്കും. കറി ആക്കിയിട്ട് കൂട്ടാനും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് വാങ്ങിച്ചൊരു ചട്ടിയാണിത്. നല്ല ഇതിന് മുന്നേ മീൻകറിയൊക്കെ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഒരു 3-4 വറ്റൽ മുളക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, നേരത്തെ കാണിച്ചു തന്നില്ല. അപ്പോൾ അത് ഞാനൊന്ന് പൊട്ടിച്ചിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയിൽ അതും ഒന്ന് ചൂടായിട്ടൊന്ന് വരട്ടെ. ചൂടായി വന്നതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പില കഴുകിയിട്ട് ഇവിടെ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. നാടൻ കറിവേപ്പിലയാണ് കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിയൊന്നുമല്ല, തനി നാടൻ കറിവേപ്പിലയാണ്. ആ കറിവേപ്പില ഞാൻ ആ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. നന്നായിട്ട് ഞാനത് കയ്യിലുകൊണ്ട് നല്ലതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി കൊടുത്തു. നന്നായിട്ടൊന്ന് അതിൽ പൊരിഞ്ഞ് പൊട്ടി വരുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുക. ഞാൻ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് മരത്തിൻ്റെ കയ്യിലാണ് കേട്ടോ. നമുക്ക് ചട്ടിയിലൊക്കെ ഉപയോഗിക്കുമ്പം അതല്ലേ ഉപയോഗിക്കാൻ എളുപ്പം മാത്രമല്ല, മറ്റേ സ്റ്റീലിൻ്റെ കയ്യിലൊക്കെ ആകുന്ന സമയത്ത് ചിലപ്പോൾ ചട്ടി പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ മരത്തിൻ്റെ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത്.
ഇനി അത് ചൂടായി വന്നതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഒരു 5-8 വെളുത്തുള്ളി ഞാൻ നേരത്തെ തന്നെ വൃത്തിയാക്കി നല്ലോണം ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഞാൻ നന്നായി തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ചതച്ചിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. കാരണമെങ്കിൽ നിങ്ങൾക്ക് അരവാക്കുന്ന സമയത്ത് ഒരു ഇഞ്ചി കഷ്ണം അരവിൻ്റെ കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അരവ് നമ്മളെങ്ങനെ ആക്കുകയെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ ജാറിലിടുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് അത് അരക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തൈരും കൂടി കൂട്ടി അരക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി വഴറ്റി വന്നതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് ചെറുതായിട്ട് പരിപരിയായിട്ട് ഞാൻ മുറിച്ച് വെച്ച ഉള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളി ഞാൻ അതിലേക്ക് ആഡാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണേൻ്റെ കുറവ് തോന്നിയുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ അതിലേക്കൊന്ന് തുള്ളിയായിട്ട് ഇട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് എന്ത് ചെയ്യുക, ഈ ഉള്ളി ഒന്ന് വഴറ്റി ആയിട്ട് വരുന്നത് വരെ ചട്ടിയിൽ നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുക. ചട്ടിയിലായതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് 2 മിനിറ്റ് അധികം വെച്ച് പോയാലും അങ്ങനെ അടിക്ക് പിടിക്കുകയോ അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് അതൊരു സമാധാനമാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ കറിയിലാക്കുന്ന സമയത്ത് കറി ഇതുപോലെ ആക്കി വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാൽ പിന്നെ കഥ തീർന്നു. എനിക്ക് കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചട്ടിയിലാക്കുന്ന സമയത്ത് കുറച്ചും കൂടി നമുക്ക് നല്ല രീതിയിൽ ആക്കാനും ഉപയോഗിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ അതിലേക്ക് ഉള്ളി ഒന്ന് നന്നായിട്ട് വീണ്ടും വഴറ്റി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെയൊന്നും വഴറ്റിയായാൽ പോരാ കേട്ടോ, കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ടായിട്ട് വരണമേ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഞാനിവിടെ വഴറ്റിയിട്ട് ഇളക്കിയിട്ടൊക്കെ അവിടെ ഞാൻ വെച്ചു. അതിലിടയ്ക്ക് ഞാൻ അരവൊക്കെ ആക്കി വെച്ചു കേട്ടോ. തൈരും അതുപോലെ തന്നെ തേങ്ങയും കൂടി ഞാൻ ജാറിൽ ഒഴിച്ചിട്ട് മിക്സിയിൽ അരവുണ്ടാക്കി. അതുപോലെ തന്നെ അരവ് ഞാനിവിടെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും ഉലുവയും എല്ലാം കറിവേപ്പിലയും എല്ലാം കൂടെ നമ്മൾ ഈ ഒരു നന്നായിട്ട് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വഴറ്റി എടുക്കുവാണേ. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇളക്കി കൊടുത്ത് നന്നായിട്ട് വഴറ്റി രീതിയിലേക്ക് എത്തിച്ചേർന്നു. കുറച്ചുകൂടി ഒന്ന് ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇതൊക്കെ കിട്ടും. അപ്പോൾ ഞാനിത് വഴറ്റുമ്പോൾ തന്നെ എൻ്റെ എന്നോട് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇന്നെന്നാ കറി എന്നാണ് ഉണ്ടാക്കുന്നത്, നല്ല മണം വരുന്നുണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു ഇത് തന്നെയാണ് ഉണ്ടാക്കുന്നത്, ഒരു കാഴ്ച ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. കാരണം അത്രയും നല്ലൊരു സ്മെല്ല് ഉണ്ടായിരുന്നു ഇത് വഴറ്റുന്ന സമയത്ത്. പൊതുവേ നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വഴറ്റുന്ന സമയത്ത് നല്ലൊരു സ്വീറ്റ് സ്മെല്ല് നമുക്ക് കിട്ടാറില്ലേ? വീട്ടിലായാലും നമുക്കൊരു സ്വീറ്റ് സ്മെല്ലുണ്ടാവും. അത് ആ മണം കൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് കുറച്ച് ചോറ് എടുത്താലോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. അത്രയും നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി റെഡിയായിട്ട് ഏകദേശം വന്നിട്ടുണ്ട്. കറുത്ത പോകുന്ന രീതിയിലൊന്നും നിങ്ങൾ ആക്കണ്ട കേട്ടോ. ഏകദേശം ഒരു മീഡിയത്തിലും കുറച്ച് അധികമായിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. അതിലേക്ക് ഞാൻ നേരത്തെ തന്നെ ആക്കി വെച്ച അരപ്പുണ്ടല്ലോ, അരപ്പ് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുവാണേ. ഈ അരപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയാം, തേങ്ങ അതിലേക്ക് ഇടുക, അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ഇടുക, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. അതിനുശേഷം അതിൽ കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ പാക്കറ്റ് തൈര് വാങ്ങിച്ചത് കേട്ടോ. മിൽമേൻ്റെ പാക്കറ്റ് തൈര് തന്നെ വാങ്ങിച്ചാണ് കടയിൽ നിന്ന്. ആ തൈര് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ കറിയൊക്കെ സെറ്റാക്കാം കേട്ടോ. കാരണം കുറച്ച് കട്ടിയിലാണ് വേണ്ടതെങ്കിൽ കട്ടിയിൽ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് ലൂസായിട്ട് തന്നെ ആദ്യം തന്നെ കൊടുക്കാം. പിന്നെ ഈ ചട്ടിയിലായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലൂസല്ലാതെ വെച്ചാൽ തന്നെയും കുറച്ച് കഴിയുമ്പോഴത്തേക്കും വേഗം അത് ഒരു വറ്റിയ പോലെ ആയിപ്പോവും കറി, ചാറായിട്ട് തന്നെ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ചാറാക്കിയിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്കറിയാലോ ഈ തൈരിനെ കൊണ്ടുള്ള സംഭവം എന്ന് പറയുമ്പം അങ്ങനെ ഒരുപാട് സമയം നമുക്ക് അങ്ങനെ ചൂടാക്കി എടുക്കാനൊന്നും പറ്റൂലല്ലോ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് അരപ്പ് ഒഴിച്ച ശേഷം 2-3 തവണ ഇളക്കി കൊടുത്തു. പിന്നെ അതിലേക്ക് അതിന് കുറച്ച് ഉപ്പൊക്കെ കുറവാണ് തോന്നിയത്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ യൂസ് ചെയ്തത് കല്ലുപ്പാണ് കേട്ടോ. കല്ലുപ്പ് പക്ഷെ എത്ര ഇട്ടാലും നമുക്കൊരു ഉപ്പുള്ളതായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ കല്ലുപ്പ് ഇടുന്ന കൂടാതെ കുറച്ച് പൊടിയുപ്പും കൂടി നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ എനിക്ക് ഉപ്പ് അധികം വേണ്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ അധികം അങ്ങനെ കറിയിൽ ഉപ്പ് യൂസ് ചെയ്യാറില്ല. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ
പ്ലേറ്റിൻ്റെ അരികിലും വെച്ചിട്ട് എക്സ്ട്രാ കൂട്ടിയാൽ മതിയല്ലോ. പക്ഷേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എല്ലാവരും കൂട്ടുകയൊക്കെ ചെയ്യും കറിയല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഏകദേശം പതക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണേ. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ തൈരും മോരൊക്കെ ഒഴിച്ചാക്കുന്ന കറിയാകുമ്പോൾ നമ്മൾ അടുപ്പത്ത് തന്നെ ഒരുപാട് തവണ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? അപ്പോൾ കുറച്ച് സമയം അതൊന്ന് തിളക്കേണ്ട പണിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്യാസ് ഓഫാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇതീ പറഞ്ഞ പോലെ ഗ്യാസിലായതുകൊണ്ടും ചട്ടിയിലായതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബുദ്ധിമുട്ട് എന്ന് പറയാൻ പറ്റില്ല, കാരണം അതാണല്ലോ നമ്മുടെ ഹെൽത്തിന് നല്ലത്. പക്ഷേ അത് നമ്മൾ ഏതായാലും വെയിറ്റ് ചെയ്യും, കറി ഒന്ന് പതച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട, ചെറിയൊരു സമയം കൊണ്ട് തന്നെ ആ കറി ഇങ്ങനെ പതച്ച് വരും. ചട്ടിയിലായതുകൊണ്ട് മാത്രമാണ് ഇത്തിരി സമയം എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇതാ കറിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പതക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാകുന്നുണ്ടോ എന്നറിയില്ല. കണ്ടില്ലേ, കറിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പതച്ച് വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നന്നായിട്ടൊന്ന് കറിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി ഇളക്കിയിട്ടൊക്കെ കൊടുത്തു. നല്ലൊരു കളറ്, നമുക്കിപ്പം മുളക് നല്ലൊരു കളറിൽ തന്നെ കിട്ടുന്നുണ്ട്. അരവുണ്ടാക്കി മുമ്പുണ്ടാക്കുന്ന സമയത്ത് ഇത്രയൊന്നും കളറിലൊന്നും അരവ് കിട്ടാറില്ലായിരുന്നു. ഇപ്പോൾ നല്ല ഒരു കളറിൽ തന്നെ പിന്നെ മുളക് പൊടിയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കറിക്കും അതിൻ്റേതായ മാറ്റമുണ്ട്. അപ്പോൾ കറി ഇപ്പോൾ ഒന്ന് പതച്ച് വരുന്നുണ്ടോ എന്ന് ഞാൻ ഇവിടെ തന്നെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പതച്ച് പോയി കഴിഞ്ഞാൽ കറി ചിലപ്പോൾ മോശമാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം തിളപ്പിക്കാൻ നിൽക്കണ്ട, ഒരു മീഡിയം മാത്രം കറി ഇങ്ങനെ തിളച്ച് വരാൻ വേണ്ടി വെച്ചാൽ മതി. ഞാൻ വീണ്ടും നല്ലോണം കറിയൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കിയിട്ടൊക്കെ കൊടുത്തു. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഒരു മൂരി കഴിച്ച കറി ഇവിടെ റെഡി ആയിട്ടെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ ബാബ, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.